ഇപ്പോഴാ ഉള്ളത് ഇപ്പോഴും ഈ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ മുന്നിൽ തന്നെയാണ്. നമുക്കൊന്ന് മറികടക്കാം. ഇവിടെയാണ് ശരിക്കും പറഞ്ഞാൽ ഒന്ന് തെളിഞ്ഞു വരുന്നത്. നേരം വെളുത്ത് വരുന്നു. ഇവിടെ സുഖമാണ്. അപ്പൊ ഇന്ന് നമ്മുടെ 9 വർഷങ്ങൾക്ക് ശേഷം കലാമേള ഇവിടെ വരുന്നു. അപ്പൊ എന്താണ് പ്രതീക്ഷ? നല്ല കാര്യം. അപ്പം തിരക്കുണ്ടാവുമല്ലോ നഗരത്തില്? നല്ല തിരക്കാണ്. ഇവിടെ ട്രാഫിക് നിയന്ത്രണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? നമുക്ക് ബുദ്ധിമുട്ടില്ല, കാര്യങ്ങൾ നടക്കട്ടെ. പോസിറ്റീവാണ്. അതെ അതെ. നമ്മുടെ എത്ര മണിക്ക് എത്തി ഇവിടെ? ഞങ്ങൾ ഇവിടെ 5 മണിക്ക് എത്തി. എല്ലാ ദിവസവും 5 മണിക്ക് എത്തി. കളിയാക്കിയതാണോ ചേട്ടാ? അല്ല, കളിയാക്കി സത്യം പറഞ്ഞാണ്. എപ്പോ ഞാൻ കള്ളം പറയുന്ന വീട്ടിൽ പോകാം, കുളിക്ക് തന്നെ കണ്ടറിഞ്ഞൂടെ? ചേട്ടാ ഒരു കാര്യം, ഇപ്പൊ കലോത്സവം നടക്കുന്നുണ്ടല്ലോ. അപ്പൊ നമ്മൾ ഓരോ പ്രാവശ്യം ഇങ്ങനെ കലോത്സവം വരുമ്പോ പലപ്പോഴും നമ്മുടെ സ്കൂൾ കാലത്തിലേക്ക് പോകുമല്ലേ? നമ്മളൊക്കെ സ്കൂളിൽ കുട്ടിക്കാലത്ത് പോകുന്നത് അത് നല്ലൊരു ഓർമ്മയാണ്. പക്ഷെ ഇന്നത്തെ രീതിയിലല്ലായിരുന്നു അന്നത്തെ രീതി. ഇന്ന് ഒരുപാട് വ്യത്യാസങ്ങൾ. അന്നത്തെ ഡ്രസ്സുകളില്ല, ഇന്നത്തെ ഡ്രസ്സ് അങ്ങനെയല്ല. ഇന്ന് മോഡിയുടെ മോഡേൺ ആയിപ്പോയി. അന്ന് അങ്ങനെയല്ല. മനസ്സിലാവും, കുട്ടികളുടെ ഓർമ്മയുണ്ട്. ആരൊക്കെ പണ്ടല്ല കുട്ടിയും ഒരു കളി ആ പാട്ടോടെ ഇടുന്നു. പാടൊക്കെ ഇട്ടു. പ്രേക്ഷക എന്ത് പാട്ട് പാടായി? പത്മതീർത്ഥമേയുണരു മാനസ പത്മതീർത്ഥമേയുണരു അഗ്നിരഥത്തിലുദിക്കുമുഷസ്സിൻ അർത്ഥം നൽകൂ ഗന്ധർവസ്വര ഗംഗയുണരു ഗായത്രികൾ പാടൂ ഓം സത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത്. പെട്ടെന്ന് പറഞ്ഞപ്പോ തന്നെ പാടി നന്നായി പാടി. അപ്പൊ ഇന്നത്തെ ദിനം അടിപൊളിയാവട്ടെ, സന്തോഷകരമാവട്ടെ. താങ്ക് യു ചേട്ടാ. അപ്പോൾ എല്ലാവരും ആക്റ്റീവാണ്. അപ്പോൾ ഇവിടുത്തെ ഓട്ടോ ചേട്ടന്മാരൊക്കെ അവരുടെ ജോലിയിൽ നേരത്തെ 5 മണിക്ക് എത്തിയെന്നാണ് പറഞ്ഞത്. പിന്നെ കലോത്സവം ഉള്ളത് കൊണ്ട് തിരക്കുണ്ടാവും, നിയന്ത്രണങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അതൊന്നും പ്രശ്നമില്ല, കാര്യങ്ങൾ നടക്കട്ടെ എന്ന വളരെ പോസിറ്റീവായിട്ടുള്ള മൈൻഡാണ് എല്ലാവർക്കും ഉള്ളത്. നമുക്ക് മെല്ലെ മുന്നോട്ട് നടക്കാം അല്ലേ? അടുത്ത നമ്മുടെ സ്വീകരണ കേന്ദ്രം എങ്ങോട്ടാ? നമുക്ക് മറ്റ് വാർത്തകളിലേക്കും പോകേണ്ടതുണ്ട്. അപ്പൊ അത് കൊടുക്കാം, വാർത്തകൾ വരുന്ന സമയമാണ്. പക്ഷെ അതിനും റിപ്പോർട്ടോട് കൊടുക്കാം അല്ലേ? അടുത്ത ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോവാം. NSS SNDP പിന്തുണയ്ക്ക് പിന്നാലെ രമേശ് ചെന്നിത്തല ഇന്ന് പട്ടിക്കാട് ജാമിയ നൂരിയുടെ 60ാം വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തും. MK മുനീർ അധ്യക്ഷനായ ഗരീബ് നവാസ് എന്ന സെഷനാണ് വൈകിട്ട് ഉദ്ഘാടനം ചെയ്യുക. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി തങ്ങൾ പ്രസിഡന്റായ സമസ്തയുടെ കീഴിലുള്ള ജാമിയയിലേക്ക് രമേശ് ചെന്നിത്തല എത്തുന്നത് ലീഗ് നേതൃത്വത്തിന്റെ കൂടി താല്പര്യപ്രകാരമാണ് എന്നാണ് വിവരം. കഴിഞ്ഞ വർഷത്തെ ജാമിയ ദൂരിയ വാർഷിക സമ്മേളനത്തിൽ VD സതീശൻ പങ്കെടുത്തിരുന്നു. എന്നാൽ ഇത്തവണ VD സതീശനില്ല. SKSSF മലപ്പുറം ജില്ലാ കമ്മിറ്റി കീഴിലെ മഞ്ചേരി ജാമിയ ഇസ്ലാമിയയുടെ വാർഷിക സമ്മേളനത്തിലെ മുഖ്യ അതിഥി രമേശ് ചെന്നിത്തല തന്നെയാണ്. ഇനി മുനമ്പം, അതിന്റെ എന്താണ് ഇന്നത്തെ ന്യൂസ് അപ്ഡേറ്റ് കൂടെ നോക്കാം. ഭൂമി തർക്കം നിലനിൽക്കുന്ന മുനമ്പത്ത് ഇന്ന് ജുഡീഷ്യൽ കമ്മീഷൻ സന്ദർശനം നടത്തുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ്. സർക്കാർ നിശ്ചയിച്ച CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ് മുനമ്പത്തെത്തുക. പ്രദേശവാസികളുടെ ഉൾപ്പെടെ അഭിപ്രായം കേൾക്കുകയും ഭൂരേഖകൾ കമ്മീഷൻ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും ചെയ്യും എന്നറിയുന്നു. ഭൂപ്രശ്നം അതിരൂക്ഷമായി നിലനിൽക്കുന്ന മുനമ്പത്ത് കമ്മീഷന്റെ സന്ദർശനം ഏറെ പ്രതീക്ഷയോടെയാണ് മുനമ്പം നിവാസികൾ നോക്കിക്കാണുന്നത്. നമ്മളിപ്പോൾ ഉള്ളത് ഒരു കമാനത്തിന് മുന്നിലാണ് അല്ലേ? പ്രധാന കവാടത്തിന് മുന്നിലെത്തി. മാത്രമല്ല അതിലൂടെ നമുക്ക് പത്മനാഭ സ്വാമി ക്ഷേത്രത്തിന്റെ ഒരു വിദൂര ദൃശ്യം കൂടി കാണാം. പ്രേക്ഷകരെ അപ്പൊ ഒരുപാട് പ്രേക്ഷകർ നമ്മുടെ കമന്റ് ബോക്സിൽ റെഡിയായി എത്തിയിട്ടുണ്ട്. എല്ലാവരും ഗുഡ് മോർണിംഗ് പറയും നമ്മളൊപ്പം കൂടുന്നുണ്ട്. ഇതാ ലളിതഗാന മത്സരത്തിൽ ജില്ലാതലം വരെ എത്തിയതാണ്. ഏറ്റവും സുന്ദരമായ ഓർമ്മയാണത് എന്ന് ഷൈനി ചിത്ര നമ്മുടെ പ്രിയ പ്രേക്ഷകയാണ്, അവർ പറയുന്നുണ്ട്. സ്മിത പ്രജിൻ ഹായ്, ശുഭദിനം, എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു എന്ന് വസന്തകുമാരി കെ എന്ന നമ്മുടെ സ്ഥിരം പ്രേക്ഷക പറയുന്നു. അങ്ങനെ നിങ്ങളുടെ കമന്റുകളെല്ലാം പോരട്ടെ അല്ലെ? അതെ, ഒരുപാട് കമന്റുകളുണ്ട്. അസോസിയേഷൻ വളരെ സങ്കടത്തിലാണ് പ്രജി സ്മിത. ഓരോരുത്തരായിട്ട് അങ്ങനെ ഓരോരോ സ്മിത എവിടെ പോയി, ഞാൻ അന്വേഷിച്ച് കണ്ടതിൽ സന്തോഷം എന്ന് പറയുന്നത് പറയണോ? എനിക്കും വലിയ സന്തോഷാട്ടോ, നിങ്ങളുടെ സ്നേഹം ഞാൻ ഈ കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് അറിയുന്നുണ്ട്. വലിയ സന്തോഷം. അങ്ങനെ ഒരുപാട് ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് ഒരുപാട് പേര്. പിന്നെ നമ്മുടെ ഈ ദൃശ്യങ്ങളെല്ലാം പകർത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ അഭിലാഷ് തൊടുങ്കൂടും വിപിൻ വേളിയുമാണ്. ഇന്ന് അത് പറയുമ്പോൾ ഒരു സ്പെഷ്യൽ കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇന്ന് നമ്മുടെ വിപിൻ വെളിയുടെ വെഡിങ് ആനിവേഴ്സറി ആണ്. പക്ഷേ ഇന്ന് എവിടെയും പോവാതെ നമുക്കൊപ്പം നമ്മുടെ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ട് തത്സമയം നിൽക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് തത്സമയം വിഷു പറഞ്ഞാലോ? തത്സമയം വിഷു. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി രണ്ടുപേർക്കും. ഒരുപാട് വർഷം സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കുക. ഹാപ്പി ആനിവേഴ്സറി.
എല്ലാ വർഷവും നമ്മൾ ഈ കലോത്സവ വേദിയിൽ ഒരു കേക്ക് മുറിക്കാറുണ്ട് കേട്ടോ. വൈകിട്ടൊക്കെ നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ബിബിന് വേണ്ടി ഇന്നും നമുക്കത് ചെയ്യാം. ബിബിൻ, നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്നുണ്ട് പ്രജിന, അതിലേക്ക് പോകാം. ചോദ്യപേപ്പർ കേസിൽ MS സൊല്യൂഷൻ CEO മുഹമ്മദ് ഷുഹൈബിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോഴിക്കോട് സെഷൻസ് കോടതി ഇന്ന് പരിഗണിക്കുകയാണ്. പ്രതിയും സർക്കാർ ഉദ്യോഗസ്ഥരും ചേർന്ന് കുറ്റകരമായ ഗൂഢാലോചന നടത്തി എന്നാണ് ക്രൈംബ്രാഞ്ച് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ട്. അഭിജിത്ത് മുഴക്കുന്ന് കോഴിക്കോട് നിന്നും വിവരങ്ങളുമായി ചെയ്യുന്നുണ്ട്. അഭി, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് വീണ്ടും കോടതിയിൽ ഈ ഹർജി എത്തുന്നുണ്ട്, മുൻകൂർ ജാമ്യ ഹർജി. അതിലെന്ത് കോടതി നിലപാടെടുക്കുന്നത് നിർണായകമാണ്. പക്ഷേ അതേസമയം ക്രൈംബ്രാഞ്ച് അതിന് മുമ്പേ അവരെ കണ്ടെത്താനുള്ള തീവ്ര ശ്രമത്തിലുമാണ്. പക്ഷേ എവിടെയാണ് ഈ അധ്യാപകർ ഒളിവിൽ കഴിയുന്നതെന്ന് നമ്മുടെ പോലീസിന് ഇത്രയും നാളായിട്ട് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അതൊരു അതിശോക്തിയാണ്. അപ്പം എങ്ങനെയാണ് ഈ കേസിന്റെ മുന്നോട്ട് പോക്ക്? ഒപ്പം തന്നെ എത്ര മണിക്കാണ് ഈ കേസ് കോടതി പരിഗണിക്കുക? പ്രജിൻ, സ്മിത, ഷുഹൈബിനെ സംബന്ധിച്ചും ക്രൈംബ്രാഞ്ചിനെ സംബന്ധിച്ചും ഇന്ന് നിർണായകമാണ്. ഇന്ന് ഈ ഷുഹൈബ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. കോഴിക്കോട് ജില്ലാ സെഷൻസ് കോടതിയാണ് ഈ ഹർജി പരിഗണിക്കുകയും ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കോടതിയിൽ ഈ ക്രൈംബ്രാഞ്ച് സംഘം നൽകിയ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിൽ കുറച്ചുകൂടി ഗുരുതരമായ ആരോപണങ്ങൾ ഈ ഷുഹൈബിനെതിരെ ക്രൈംബ്രാഞ്ച് ഉയർത്തിയിട്ടുണ്ട്. അതിലൊന്ന്, ഒരു റാക്കറ്റായി ഈ ചോദ്യപേപ്പർ ചോർച്ച നടത്തിയ സംഘം പ്രവർത്തിക്കുന്നു, അതിന് കൂട്ടുനിൽക്കുന്നത് ചില സർക്കാർ ഉദ്യോഗസ്ഥരാണ് എന്നുള്ളൊരു കണ്ടെത്തലിലേക്ക് ക്രൈംബ്രാഞ്ച് എത്തിയിട്ടുണ്ട്. അതായത് പണം നൽകി ചോദ്യപേപ്പർ ഷുഹൈബ് വാങ്ങി അത് ചോർത്തി നൽകി എന്നുള്ളതാണ് ക്രൈംബ്രാഞ്ച് ഈ അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ അത് ഗുരുതരമായ ഒരു ആരോപണമാണ്, അത് ഗുരുതരമായ ഒരു കുറ്റകൃത്യമാണ്. മാത്രമല്ല, ഈ നിലവിൽ ഇയാൾ ഒളിവിൽ കഴിയുകയാണ് ഷുഹൈബ്. ഈ ഒളിവിൽ കഴിയുന്നത് ഇതിന്റെ കൂടുതൽ തെളിവുകൾ നശിപ്പിക്കാനാണ് എന്നുള്ളൊരു വാദം കൂടി നിലവിൽ ക്രൈംബ്രാഞ്ച് ഉയർത്തിയിട്ടുണ്ട്. ഈ വാദങ്ങളൊക്കെ പരിഗണിച്ച ശേഷമാകും ഇന്നിപ്പോൾ ഈ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഒരു വിധിയിലേക്ക് കടക്കുകയും ചെയ്യുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, കോൺഗ്രസും കൂടി ഈ ഒരു ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരായ സമരം ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. ഇന്ന് DD ഓഫീസിന് മുന്നിൽ സത്യഗ്രഹം സമരവുമായി മുന്നോട്ട് പോകാനാണ് കോൺഗ്രസിന്റെ തീരുമാനം. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ പങ്കെടുക്കും. കോൺഗ്രസ് ആവശ്യപ്പെടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജുഡീഷ്യൽ അന്വേഷണം ഇതിൽ വേണമെന്നുള്ളതാണ്. ക്രൈംബ്രാഞ്ച് അന്വേഷണമല്ല, മറിച്ച് ജുഡീഷ്യൽ അന്വേഷണം ഇക്കാര്യത്തിൽ വേണം എന്നുള്ളൊരു കാര്യം ഉയർത്തിയാണ് ഇന്ന് DD ഓഫീസിന് മുന്നിൽ കോൺഗ്രസിന്റെ സത്യാഗ്രഹം നടത്തുക. ഏതായാലും ഇന്ന് വിധി ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ഷുഹൈബിന് നിർണായകമാണ്, ഒപ്പം തന്നെ ക്രൈംബ്രാഞ്ചിന് നിർണായകമാണ്. പ്രജിൻ, സ്മിത. ശരി, അഭിജിത്ത് മുഴക്കുന്നാണ് വിശദാംശങ്ങൾ നൽകിയത് കോഴിക്കോട് നിന്നും. നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി അങ്ങ് എടുത്താലോ. ഇന്നലെ പെരിയ ശിക്ഷാവിധി വന്ന ദിവസമാണ്. അപ്പൊ അതിന്റെ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് കുടുംബം. പെരിയാർ കൊലപാതക കേസിൽ കോടതി വിധിക്ക് പിന്നാലെ അപ്പീൽ നൽകാൻ ഒരുങ്ങുകയാണ് കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം. കോടതി കുറ്റവിമുക്തനാക്കിയ 9ാം പ്രതി മുരളി ഉൾപ്പെടെ 5 പേർക്കെതിരെ അപ്പീൽ നൽകാനാണ് ഇപ്പോഴത്തെ തീരുമാനം. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള CPIM നേതാക്കൾക്ക് മേൽ ഗൂഢാലോചനാ കുറ്റം തെളിയാത്തത് കുടുംബം ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിൽ നിയമവിദഗ്ധരുമായി കൂടിയാലോചിച്ച് ഉചിതമായ തീരുമാനമെടുക്കാനാണ് കുടുംബത്തിന്റെ ഇപ്പോഴത്തെ തീരുമാനം. കേസിൽ CPIM നേതാക്കളെ കുടുക്കിയതാണെന്ന വാദത്തിൽ പാർട്ടി ഉറച്ചു നിൽക്കുന്നു. KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നേതാക്കൾക്കെതിരെയുള്ള കോടതി വിധിക്കെതിരെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ജില്ലയിലെ CPIM അടുത്ത ഒരു വാർത്ത കൂടി പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കാം. കണ്ണൂർ കണ്ണപുരത്തെ DYFI പ്രവർത്തകൻ റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് വിധി പറയുന്നുണ്ട്. ഏതാണ്ട് 20 വർഷങ്ങൾക്ക് ശേഷം ആ വിധി പറയുന്നു എന്നുള്ളതാണ്. സംഭവം നടന്ന് വിധി ഉണ്ടാവുന്നു എന്നുള്ളതാണ് ആ കേസിന്റെ പ്രത്യേകത. RSS BJP പ്രവർത്തകരായ 10 പേരാണ് ഈ കേസിലെ പ്രതികൾ. സംഭവം നടന്ന് 19 വർഷങ്ങൾക്ക് ശേഷം, അതായത് 20ാം വർഷത്തിലേക്ക് കടക്കുമ്പോഴാണ് ഈ കേസിൽ കോടതിയിൽ നിന്ന് വിധി പറയാൻ പോകുന്നത്. 2005 ഒക്ടോബർ 5-നാണ് റിജിത്തിനെ വെട്ടിക്കൊലപ്പെടുത്തിയത്. സുഹൃത്തുക്കൾക്കൊപ്പം നടന്നു വരുമ്പോൾ ചൂണ്ട തച്ചൻകണ്ടി ക്ഷേത്രത്തിന് സമീപത്ത് വെച്ച് മാരകായുധങ്ങളുമായി ആക്രമിക്കുകയായിരുന്നു. വളപട്ടണം CI ആയിരുന്ന TP പ്രേമരാജനാണ് ഈ കേസ് അന്വേഷിച്ചത്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് ഈ തിരക്കുകളിലേക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്. ഇവിടെ ബസ്സിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള ആൾക്കാരുടെ ഒരു തിരക്ക് നമുക്ക് ഇവിടെ കാണാം. സമ്മേളനം അനൗൺസ്മെന്റ് ഉണ്ട്, എവിടത്തേക്കാണ് എങ്ങോട്ടാണ് പോകേണ്ടത് കാര്യങ്ങളൊക്കെ. ശരിക്കും പറഞ്ഞ ഈ പ്രേക്ഷകരോട് നമ്മൾ ഒരുപാട് പ്രേക്ഷകരെ ഇങ്ങനെ നടന്നു വരുന്ന സമയത്ത് കണ്ടു. 24 ഒരുപാട് കാണുന്നവര്. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എല്ലാവരും ഓടിപ്പടഞ്ഞ് അവരുടെ ജോലിക്കൊക്കെ പോകാനുള്ള തിരക്കിലാണ്. ബസ് സ്റ്റോപ്പില് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് അവരോട് അവരുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്നേഹം അവരോട് നമുക്ക് ഇവിടുന്ന് ക്രോസ് ചെയ്ത മറുഭാഗത്തേക്ക് പോകണം. അതിന് മുമ്പ് ഒരു വാർത്ത കൂടെ കൊടുക്കാം. മലയാള സിനിമ നോക്കണം. അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ കുടുംബസംഗമം ഇന്ന് കൊച്ചിയിൽ നടക്കുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ ഉടലെടുത്ത വിവാദങ്ങളിൽ
പിളർപ്പിലേക്കടക്കം നീങ്ങിയ സംഘടനയെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായാണ് സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഈ കുടുംബ സംഗമം നടക്കുന്നത്. മുതിർന്ന അംഗങ്ങളായ സുരേഷ് ഗോപി, മോഹൻലാൽ, മമ്മൂട്ടി എന്നിവരുടെ നേതൃത്വത്തിലാണ് പുതിയ നീക്കം. ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് ഭരണസമിതി പിരിച്ചുവിട്ട പശ്ചാത്തലത്തിൽ താൽക്കാലിക കമ്മിറ്റിയാണ് കുടുംബസംഗമം നടത്തുന്നത്. 2005 അധികം ആളുകൾ പങ്കെടുക്കുന്ന പരിപാടി കൊച്ചി രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് സംഘടിപ്പിക്കുക. അപ്പോൾ നമുക്ക് ഒരു പ്രധാനപ്പെട്ട വാർത്ത അങ്ങ് ഡൽഹിയിൽ നിന്ന് നിതിൻ അംബുജൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിലേക്ക് വളരെ പെട്ടെന്ന് നടന്നാലോ? കടക്കാം. കർഷക സമരം ശക്തമാകുന്ന പഞ്ചാബ് ഹരിയാന അതിർത്തിയായ ഖനൌരിയിൽ ഇന്ന് കർഷകരുടെ മഹാപഞ്ചായത്ത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കർഷകർ മഹാപഞ്ചായത്തിൽ പങ്കെടുക്കുന്നതിന് ഖനൌരി അതിർത്തിയിലേക്ക് എത്തുന്നുണ്ട്. മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായ ഉറപ്പ് നൽകും വരെ ഈ പോരാട്ടം തുടരണമെന്ന് നിരാഹാരമിരിക്കുന്ന കർഷക നേതാവ് ജഗ്ദീപ് സിംഗ് ദലേവാൾ ആവശ്യപ്പെടുകയും ചെയ്തു. നിതിൻ അംബുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചെയ്തത്. നിതിൻ, വെരി ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മളിവിടെ തിരുവനന്തപുരത്താണ്. നിതിൻ അറിയാം, ഇവിടെ ഒരുപാട് നാൾ ജോലി ചെയ്ത ആൾ കൂടിയാണ്, മാധ്യമപ്രവർത്തനം കൂടിയാണ് നിതിൻ. അപ്പോൾ ഇവിടെ നിന്നാണ് നേരത്തെ നിതിൻ ഉണ്ടായ സ്ഥലത്തു നിന്നാണ് നമ്മൾ നിതിനോട് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ആദ്യം ആ വാർത്ത അറിയണം. വീണ്ടും കർഷകർ ഒന്നിക്കുന്നു, സമരവുമായി മുന്നോട്ട് പോകുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യം? ഇത് മുൻപ് ഇതേ ആവശ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും അവർക്ക് ഡൽഹിയിലേക്ക് മാർച്ച് നടത്താനൊക്കെയുള്ള അനുമതി നിഷേധിക്കപ്പെട്ടിരുന്നു. ഇപ്പോൾ ഖനൌരിയിലെ ഈ മഹാപഞ്ചായത്ത് ആവശ്യപ്പെടുന്നത് എന്താണ്? സമരത്തിൻ്റെ ഒരു സ്വഭാവം അത് ഏത് രീതിയിലാണിപ്പോൾ? പ്രജിൻ, നമുക്കറിയാം രാജ്യം ഏറ്റവും വലിയ ചർച്ച ചെയ്ത ഒരു വിഷയമായിരുന്നു ഒന്നാം കർഷക സമരം. ഏതാണ്ട് മാസങ്ങളോളം നീണ്ടു നിന്നു. അതിനുശേഷമാണ് നരേന്ദ്രമോദിക്ക് 3 കാർഷിക നിയമങ്ങളും പിൻവലിക്കേണ്ടി വന്നത്. പിന്നീട് ചില ഉറപ്പുകൾ നൽകിയിരുന്നു. ആ ഉറപ്പുകൾ പാലിക്കാത്തതിനെ തുടർന്നാണ് കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ കർഷകർ വീണ്ടും സമരത്തിന് ഇറങ്ങിയത്. എന്തായാലും കഴിഞ്ഞ ഒരു മാസത്തിലധികമായി കർഷക നേതാവ് ജഗ്ജിത് സിംഗ് ദല്ലേവാൾ, സംയുക്ത കിസാൻ മോർച്ചയുടെ രാഷ്ട്രീയതര വിഭാഗവും കിസാൻ മസ്ദൂർ മോർച്ചയുടെ സംഘടനകളും ചേർന്നുള്ള സമരം ഇപ്പോൾ ഡൽഹിയിലെ വിവിധ അതിർത്തികൾ, പ്രത്യേകിച്ചും ഹരിയാന പഞ്ചാബ് അതിർത്തിയെ ശംഭു, ഖനൌരി അടക്കമുള്ള അതിർത്തികളിൽ ഇപ്പോഴും തുടരുന്നുണ്ട്. കഴിഞ്ഞ 30 ദിവസമായി ജഗ്ജിത് സിംഗ് ദല്ലേവാൾ അവിടെ നിരാഹാര സമരം കഴിയുകയാണ്. നിരാഹാര സമരം കഴിയുന്ന ജഗ്ജിത് സിംഗ് ദല്ലേവാളുടെ ആരോഗ്യനില മോശമായി തുടരുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്നിപ്പോൾ കർഷകരുടെ മഹാപഞ്ചായത്ത് പഞ്ചാബിലെ ഖനൌരിയിൽ ചേരുന്നത്. സംസ്ഥാനത്തെ വിവിധ കർഷകരും വിവിധ സംസ്ഥാനങ്ങളിലുള്ള കർഷകരും എന്തായാലും ഈ മഹാപഞ്ചായത്തിലെത്തും. തുടർ സമര പരിപാടികളെല്ലാം തന്നെ പ്രഖ്യാപിക്കും. എന്തായാലും ഏത് നിമിഷവും ഡൽഹി ചലോ മാർച്ചിന് തയ്യാറായിരിക്കുകയാണ് അതിർത്തികളിൽ കർഷകരെ തടയാനായി ഹരിയാന പോലീസ് നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനിടയിൽ ദല്ലേവാളുടെ ആരോഗ്യസ്ഥിതി മോശമാവുന്നതിനെ തുടർന്ന് ആശുപത്രിയിലേക്ക് മാറ്റണമെന്ന ഇടപെടൽ സുപ്രീംകോടതിയുടെ ഭാഗത്തും ഉണ്ടെങ്കിലും പഞ്ചാബ് സർക്കാരിന്റെ ഭാഗത്തും ഒരു നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ സുപ്രീംകോടതിയുടെ ഭാഗത്തും നിരന്തര വിമർശനം ഉണ്ടാകുന്നുണ്ട്. എന്തായാലും പോലീസ് അത്തരമൊരു നടപടിയിലേക്ക് കടക്കുകയാണെങ്കിൽ വലിയൊരു സംഘർഷങ്ങളിലേക്ക് പോകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതുകൊണ്ട് തന്നെ പരമാവധി സമവായത്തിലൂടെ കർഷകരെ ഈ സമരത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു വരുന്നുണ്ട്. ചർച്ചയിലൂടെ എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നൊരു ആവശ്യമാണ് കർഷകർ നിരന്തരം ഉന്നയിക്കുന്നത്. അതല്ലാത്ത പക്ഷം ഏത് കാലാവസ്ഥയെ അതിജീവിച്ചും അതിർത്തിയിൽ തുടരുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഉത്തരേന്ത്യയിൽ ഇപ്പോൾ അതിശൈത്യമാണ്. ഏതാണ്ട് 5 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് പല സ്ഥലങ്ങളിലും രേഖപ്പെടുന്ന താപനില. ഇതിനെല്ലാം അവഗണിച്ചാണ് അവിടെ തന്നെ തുടരും, പ്രതിഷേധങ്ങൾ തുടരും എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. നിതിൻ അംബുജനാണ് നമുക്ക് വിവരങ്ങൾ നൽകിയത്. അപ്പൊ നമ്മളിപ്പോ നടന്ന് കിഴക്കേക്കോട്ടയും കടന്ന് ഇപ്പോൾ ചാല മാർക്കറ്റിലേക്ക്, അല്ലേ, നമ്മുടെ തിരുവനന്തപുരത്തിന്റെ മറ്റൊരു മുഖമാണിത്. ഏറ്റവും വളരെ ആക്റ്റീവായിട്ട് വളരെ തിരക്കുള്ള ഒരു മാർക്കറ്റാണ്. പക്ഷെ ഇപ്പോൾ കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. സമയം ഇപ്പോൾ 6 മണി കഴിഞ്ഞ് 50 മിനിറ്റ്. നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള മാർക്കറ്റാണ്. ഒരുപാട് ചരിത്രം പറയാനുണ്ട്. ചരിത്രം ഉറങ്ങുന്ന ചാല മാർക്കറ്റിലൂടെ നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഓർമ്മ വരുന്നുണ്ട്. എന്തും, അതായത് പണ്ടൊക്കെ ഉള്ളവർ പറയുന്നത്, പണ്ട് കാലത്ത് പച്ചക്കറിയാകട്ടെ, പലവ്യഞ്ജനമാകട്ടെ, ഉപ്പു തൊട്ട് കർപ്പൂരം വരെ എന്തുമാകട്ടെ അത് ഇവിടെ കിട്ടും എന്നുള്ളതാണ് ചാല ബസാറിന്റെ ഒരു പ്രാധാന്യം, പ്രത്യേകത. അതുമാത്രമല്ല, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ രാജാക്കന്മാരുടെ കാലം തുടങ്ങിയുള്ള ഒരുപാട് വിശേഷങ്ങൾ, കഥകളൊക്കെ മാർക്കറ്റിന് പറയാനുമുണ്ട്. അപ്പോൾ ചാല മാർക്കറ്റിൽ നമ്മളിങ്ങനെ നടക്കുന്നു. ശബരിമല വിശേഷങ്ങളാണ്. ഈ ശബരിമലയിൽ വാരാന്ത്യമാകുമ്പോൾ വലിയ തിരക്കാണ്. ആദ്യ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത് പോലെ തന്നെ ഇപ്പോഴും വലിയ തിരക്കാണ്. ഇന്നലെ 90,000 പേരാണ് ദർശനം നടത്തിയത്. വലിയ ക്യൂ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇന്ന് 80,000-ഓളം പേരാണ് വെർച്വൽ ക്യൂവിൽ ബുക്ക് ചെയ്തിരിക്കുന്നത്. ഇന്നും നാളെയും തിരക്ക് വീണ്ടും വർദ്ധിക്കാനാണ് സാധ്യത. അപ്പൊ മകരവിളക്കിന്റെ ആ ഒരു തിരക്കിലേക്ക് വന്നിട്ടുണ്ട്, അല്ലേ? അതെ, നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ഭക്തന്മാർ മാത്രമല്ല, ഏറ്റവും കൂടുതൽ നമ്മളിപ്പോൾ തന്നെ അവിടെ നിൽക്കുമ്പോൾ, ക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ തന്നെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഭക്തന്മാരെ നമ്മൾ കണ്ടു, അല്ലെ? തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നും ഒക്കെ ഒരുപാട് ഭക്തന്മാരെത്തുന്ന ഒരു സീസണാണ് ഈ മകരവിളക്ക് സീസൺ. നമുക്ക് ഇന്ന് ശബരിമല ഇന്നത്തെ ചടങ്ങുകൾ പെട്ടെന്ന് നോക്കി വരാം. BLM ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് ശബരിമലയിലെ ചടങ്ങുകൾ സമർപ്പിക്കുന്നത് ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.
വെൽക്കം ബാക്ക്. അപ്പോൾ ചാല മാർക്കറ്റിന്റെ ആ തിരക്കിലേക്ക് നമ്മൾ വന്നു എന്ന് വെച്ചാൽ വലിയ തിരക്ക് കാണാനില്ല, കാരണം സമയം ഇപ്പോൾ 7 മണി ആവുന്നതേ ഉള്ളൂ. അപ്പം ഇവിടെ നഗരമാണ്, ചാല മാർക്കറ്റാണ്, തിരക്കുള്ള സ്ഥലം. പക്ഷെ നല്ല ശബ്ദം കേൾക്കുന്നുണ്ട്. സോറി, ഇടയ്ക്ക് മൈക്ക് ഇങ്ങനെ എൻ്റെ കയ്യിൽ പോവാ, വർത്തമാനം പറയണ എൻ്റെ ആവശ്യത്തില്ല. അപ്പൊ പ്രജിന് ഇടയ്ക്കിടയ്ക്ക് മൈക്ക് പിടിച്ച് തരും. നല്ല നമ്മൾ ഈ ഗ്രാമപ്രദേശങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ കിളികളുടെ ശബ്ദം കേൾക്കില്ലേ രാവിലെ, ഇവിടെ അത് കേൾക്കുന്നുണ്ട്. നഗരത്തിന്റെ തിരക്കിനിടയിൽ കൂലിന്റെ ശബ്ദം അല്ലേ ഉണർന്നു വരുന്നില്ല. തിരുവനന്തപുരത്തിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണെന്ന് തോന്നുന്നു പ്രജി. നഗരമാണെങ്കിലും ഗ്രാമത്തിന്റെ ഒരു ഇതൊക്കെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തേക്കൊക്കെ കടന്നു കഴിഞ്ഞാൽ കിട്ടും. അത് പലരും ഈ കോഴിക്കോട് നിന്നൊക്കെ ഉള്ളവർ ഇവിടെ വന്ന് താമസിച്ചിട്ട് പിന്നീട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. തിരുവനന്തപുരത്തിനെ സ്നേഹിക്കാൻ തുടങ്ങിയാൽ പിന്നെ ഇവിടുന്ന് പോവില്ലെന്ന്. ശരിയാണ്. നമുക്കൊരു റിപ്പോർട്ടോട് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് വെക്കാം. കോഴിക്കോട് ജില്ലാ കളക്ടേഴ്സ് ട്രോഫി GHSS അവിടെ നെല്ലൂരിന് ജില്ലയുടെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ സ്കൂളിനെ കണ്ടെത്താൻ ജില്ലാ ഭരണകൂടം മത്സരം നടത്തിയത് ശ്രീ ഗോകുലം ഗ്രൂപ്പിന്റെ സഹകരണത്തോടെയാണ്. വിജയികൾക്കുള്ള ട്രോഫി ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് സമ്മാനിച്ചു. കോഴിക്കോട് ജില്ലയിലെ 8ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള വിദ്യാർത്ഥികളാണ് പരിപാടിയിൽ പങ്കെടുത്തത്. 2 പേരടങ്ങുന്ന ടീമുകളായി മത്സരിച്ചു. ഇങ്ങനെ 100ഓളം സ്കൂളുകളിൽ നിന്നായി 350 വിദ്യാർത്ഥികൾ പരിപാടിയിലെത്തി. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ക്വിസിംഗ് പ്രവർത്തനങ്ങളുടെ ഭാഗമായി 14 ജില്ലകളിലും ഔദ്യോഗിക ജില്ലാ ടീമിനെ തിരഞ്ഞെടുക്കുന്നുണ്ട്. കോഴിക്കോട് ജില്ലാ ക്യാപ്റ്റന് കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് ട്രോഫി സമ്മാനിച്ചു. 14 ജില്ലകളിലെയും ഔദ്യോഗിക ചാമ്പ്യന്മാർ കേരളത്തിന്റെ ഔദ്യോഗിക ക്വിസ് ചാമ്പ്യൻ എന്ന പദവിക്കു വേണ്ടി മത്സരിക്കും. എല്ലാ കുട്ടികൾ വളരെ ഒരു ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ക്വിസിങ്ങിൻ്റെ സ്റ്റാൻഡേർഡും വളരെ ഹൈ ആണ്. സോ ഞാൻ എല്ലാ പാർട്ടിസിപ്പൻറ്റ് സ്കൂളും കുട്ടികളും ടീച്ചേഴ്സും എല്ലാവരും നന്ദി പറയാം. നമ്മുടെ ഡിസ്ട്രിക്ട് ലെവൽ ഓർഗനൈസേഴ്സ് സ്പോൺസേഴ്സും എല്ലാവരും ഞാൻ വളരെ ഹൃദയപൂർവ്വം നന്ദി പറയാം. കാരണം അവർക്ക് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റും. ആൻഡ് വി ആർ ലുക്കിംഗ് ഫോർവേഡ് ദാറ്റ് ഇത് കണ്ടിന്യൂ ചെയ്തിട്ട് എല്ലാ ഒരു ആനുവൽ എക്സസൈസ് ഉണ്ടാവും, പിന്നെ സ്റ്റേറ്റ് ലെവൽ എക്സസൈസ് ഉണ്ടാവും. ഞാൻ അതങ്ങനെ ശ്രമിക്കുന്നുണ്ട്. IQA ഏഷ്യയുടെ കേരളത്തിലെ പാർട്ണർ ഗോകുലം ഗ്രൂപ്പാണ് വിജയികൾക്ക് 3 ലക്ഷത്തോളം രൂപ സമ്മാനമായി നൽകുന്നത്. ചടങ്ങിൽ ശ്രീ ഗോകുലം ചിറ്റ് DGM MK ബൈജു, IQA പ്രസിഡന്റ് ഡോക്ടർ ദയാൽ നാരായൺ, ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ അബ്ദുൽ നാസർ തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. 24 കോഴിക്കോട്. ചാല മാർക്കറ്റിൽ നടന്നപ്പോൾ ചേട്ടാ നമസ്കാരം, ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് പത്രങ്ങൾ, എന്താണ് ഇന്നത്തെ ഹോട്ട് വാർത്ത? ഇതാണ് അല്ലേ? അത് തന്നെയാണ്. അപ്പൊ നമുക്കൊന്ന് പ്രേക്ഷകരെ കാണിച്ചു കൊടുക്കാം. മലയാള മനോരമ പത്രത്തിലെ 1ാം പേജിൽ ഇന്ന് പ്രധാന ലീഡ് വാർത്തയെ നൽകിയിരുന്നത് ഇവിടുത്തെ കലോത്സവത്തിനെ കുറിച്ച് തന്നെയാണ്. ആനന്ദപുരം എന്നാണ്. അതെ, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് അതാണ് വൈഭവം എന്നാണ്. വൈബ് ആൻഡ് വൈഭവം. കൊള്ളാം. അതാണ് പ്രധാനപ്പെട്ട വാർത്ത. നമുക്കൊന്നും ഇവിടെ മാറിയല്ലോ. വാർത്തകൾ അങ്ങനെയുണ്ട്. ഒരുങ്ങി അഴകാന പട്ടണം എന്നൊരു അനുബന്ധ വാർത്ത കൂടി നൽകുന്നുണ്ട് മലയാള മനോരമ ഈ 1ാം പേജിൽ തന്നെ. ഇന്ന് നീലയണിയാം, സമ്മാനം നേടാം. നീലനിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞു എത്തുന്നവരിൽ 50 പേർക്ക് സമ്മാനം നൽകുന്നുണ്ട് എന്ന കാര്യം കൂടി അറിയിക്കുന്നുണ്ട് മലയാള മനോരമ. അങ്ങനെ ഒരുപാട് വാർത്തകൾ, പിന്നെ പല പേജുകളിലും ഈ കലോത്സവത്തിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇടം പിടിച്ചിട്ടുള്ളത്. പിന്നെ ഇപ്പൊ ബിസിനസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പോകണ്ടെന്ന് തോന്നുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ എന്ന് പറയുന്നത് സ്വർണ്ണക്കപ്പിന് ഇന്നലെ വലിയ സ്വീകരണമാണ് നൽകിയതെന്ന് നമ്മൾ അറിയില്ല. മനോഹരമായ കാഴ്ചയായിരുന്നു. ഗോത്രകലകൾ ഇത്തവണ ചേർത്തിട്ടുണ്ടല്ലോ. മംഗലംകളി ഉൾപ്പെടെയുള്ള 5 ഇനങ്ങളാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായുണ്ട്. അതിൻ്റെ കാഴ്ചകൾ അവരെല്ലാവരും ഉണ്ടായിരുന്നു. പല സ്കൂളുകളിൽ നിന്നായി കുട്ടികളുണ്ടായിരുന്നു. അതൊക്കെ വലിയ സന്തോഷം പകരുന്ന കാഴ്ചകളാണ്. അതൊക്കെ തന്നെ ഇന്നത്തെ പത്രത്തിൽ ഇടം പിടിച്ചിരിക്കുന്നു. മന്നം ജയന്തി ആഘോഷം ഉണ്ടായിരുന്നു, അതിന്റെ വിശേഷങ്ങളുണ്ട്. ശ്രീകാര്യം മേൽപ്പാലം നിർമ്മാണോദ്ഘാടനം ഇന്നാണ്. ഇനി ക്രിക്കറ്റ് ആണോ? അതെ, സ്പോർട്സ് പേജിൽ ഹിറ്റ് വിക്കറ്റ് എന്നൊരു തലക്കെട്ടിൽ ഈ വാർത്ത മനോരമ നൽകുന്നുണ്ട്. അതിൽ ഓസ്ട്രേലിയക്കെതിരായ 5ാം ടെസ്റ്റിൽ നിന്ന് വിട്ടുനിന്ന് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, രോഹിത്തിന്റെ ടെസ്റ്റ് കരിയറിന് അവസാനം എന്ന സൂചന എന്നുകൂടെ വാർത്ത അവർ നൽകുന്നുണ്ട് ഈ സ്പോർട്സ് പേജിൽ. പിന്നെ നമ്മുടെ ക്രിക്കറ്റ് ടെസ്റ്റിന്റെ അപ്ഡേറ്റ് കൂടി ഉണ്ട്. അതിൽ ഇപ്പോൾ പുതിയ അപ്ഡേറ്റ് വന്നതുകൊണ്ട് ആ വാർത്ത വായിക്കുന്നില്ല. ഇപ്പോൾ ഇന്ത്യ തിരിച്ചു വരുന്നുണ്ട് ആ മത്സരത്തിൽ എന്ന വാർത്ത കൂടി അറിയുന്നുണ്ട്. പിന്നീട് 1ാം പേജിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാ അരുംകൊലയ്ക്ക് ജീവപര്യന്തം, നമ്മുടെ ഇരട്ട കൊലക്കേസിലെ ആ വിധി, ശിക്ഷാവിധിയെ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട് മലയാള മനോരമ.
വലിയ വാർത്തയെ തന്നെ, ഒരു 5 കോളം വാർത്തയെ തന്നെ അത് ഒന്നാം പേജിൽ ഇടം പിടിക്കുന്നു. ഇത് ഇന്നലെ വന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ്. കലോത്സവ പരാതികൾ പരിഗണിക്കാൻ ട്രൈബ്യൂണൽ വേണമെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നലെ. കാരണം പലതരത്തിലുള്ള പരാതികളാണ്, അകത്തേക്ക് കൂടുതൽ പോയാൽ ദുർഗന്ധം വമിക്കുന്നു എന്ന് ഹൈക്കോടതി നിരീക്ഷിക്കുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള പരാതികൾ ഒഴിവാക്കാൻ, അതുപോലെ ഈ ഇനങ്ങളെല്ലാം തന്നെ വിലയിരുത്തുന്ന ജഡ്ജസ്, ഒപ്പം മത്സരാർത്ഥികൾ, അവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള അവരുടെ റൈറ്റ്സ് ഉണ്ടാകണം, അല്ലെങ്കിൽ യോഗ്യതകൾ ഉണ്ടാകണം എന്നൊക്കെ തന്നെ ഇന്നലെ ഹൈക്കോടതി പറയുകയുണ്ടായി. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. അപ്പൊ മോർണിംഗ് വാക്ക് ഇന്ന് പൂർത്തിയാവാൻ സമയമാവുന്നു.